നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 715 715. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണ സ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 715. ശ്രുതിഗീത ഭാഗം 2. അതായത് വളരെ വലിയൊരു ലെങ്തി സർഗമാണത്. അതായത് ഇതിൽ സർഗം നമ്പർ ചോദിക്കുകയാണെങ്കിൽ ശ്രുതിഗീത 2 206 സർഗം 206. അതിൽ 96 ശ്ലോകമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയിരുന്നത്. നിൻ തൃപ്പദാംബുജ പ്രേമമാധുര്യം അതു വേറെയാം മനാദൃശം അനിർവാച്യം. അത് വിശ്വേത്തരോത്തരം വിശ്വത്തിൽ ഏറ്റവും വലുത് ഭഗവാന്റെ തിരുവാദപത്മത്തിനോടുള്ള താല്പര്യം. ഇനി 97 ശ്ലോകം നോക്കുക. ഞങ്ങൾ പോലും അതൊട്ടൊന്നു നുകരാൻ വേണ്ടി മാത്രമാം. ബ്രാഹ്മണൻ പറയാണ്, ശ്രുതിഗീതയിൽ ബ്രാഹ്മണൻ പറയാണ്, ഞങ്ങൾ പോലും അതൊട്ടൊന്നു നുകരാൻ വേണ്ടി മാത്രമാം നിൻ ഭൂമിയൊന്നു പുണരാൻ എത്രയും കൊതിവായിക്കയാൽ. അങ്ങയെ ഒന്ന് ആലിംഗനം ചെയ്യാനുള്ള ഒരു ത്വരിത. സർവം ത്യജിച്ച് പാർത്തട്ടിൽ മിന്നും ഗോപികൾ പോലവേ വിധാനാദി കൈകൊണ്ടേ വാഴ്വതൂഴിയിൽ. ഭൂമിയിൽ അങ്ങനെ എന്താ ചെയ്യണത്? സർവം ത്യജിച്ച പാർത്തട്ടിൽ മിന്നും ഗോപികൾ പോലവേ. എല്ലാം ത്യജിച്ചാലാണ് ഈശ്വരനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. എത്രത്തോളം നമ്മൾക്ക് റിസർവേഷൻ ഉണ്ടോ അത്രത്തോളം ഈശ്വരീയത അകലും. അപ്പോൾ അനന്യശരണാഗതനായിട്ട് അല്ലെങ്കിൽ അനന്യശരണാഗതന്മാരായിട്ട് ഭഗവാന്റെ തിരുപാദപത്മത്തിൽ നിഷ്കളങ്ക ഭക്തി. പ്രേമസ്വരൂപനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് നിഷ്കളങ്ക ഭക്തിയോട് കൂടി ഇരിക്കുകയാണെങ്കിൽ ഭഗവാൻ നമ്മുടെ എല്ലാ യോഗക്ഷേമം ചെയ്യും. അപ്പോൾ സർവം ത്യജച്ചു പാർത്തട്ടിൽ മിന്നും ഗോപികൾ പോലവേ അതേ വേഷവിധാനാദി കൈകൊണ്ടേ. ഞങ്ങൾ അതേപോലെ ആണെന്നാണ് പറഞ്ഞത്. ഭൂമിയിലെ ഭൂസുരന്മാർ ഭഗവാനെ സ്നേഹിക്കണത്, ബഹുമാനിക്കണത് ഗോപസ്ത്രീകൾ എത്രത്തോളം സ്നേഹിച്ചിരുന്നു അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. കൈക്കൊണ്ടേ വാഴ്വ് ഇതു ഊഴിയിൽ വിശ്വം സൃഷ്ടിപ്പതിന് മുമ്പിൽ എങ്ങുവാണു പരാൽപരൻ. വിശ്വം സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് അങ്ങ് എവിടെയായിരുന്നു? ആകാശാദികൾ നിർമ്മിച്ചതെമ്മട്ട് എന്തിന് ഇതെത്രയാം? ആകാശം, കാറ്റ്, അഗ്നി, ജലം, ഭൂമി ഇതിനൊക്കെ എന്തിനാ സൃഷ്ടിച്ചത്? ചോദിക്കാണ്. വിശ്വം സൃഷ്ടിപ്പതിന് മുമ്പിലെങ്ങുവാണു പരാൽപരൻ. ആകാശാദികൾ നിർമ്മിച്ചതിന്മട്ട് എന്തിന് എതെത്രയാം? ഈ വിധം തത്വം എന്നാളും ഏതു കാലത്തും ഏത് കാലത്തും ജീവന് അറിയുവാൻ പണി. നമ്മൾ പരിതപിച്ചിട്ട് കാര്യമില്ല. ജീവന് അറിയുവാൻ പണി. അറിഞ്ഞു കഴിഞ്ഞവരൊക്കെ രക്ഷപ്പെട്ടു, അറിയാത്തവരൊക്കെ വട്ടം കറങ്ങും. ഈ പണ്ടൊക്കെ ഈ ഫ്ലവർ മിൽസ് വരുന്നതിൻ്റെ മുമ്പ് ഗോതമ്പ് ചെറുപയറൊക്കെ ഏകാദശിക്ക് ഈ അരങ്ങണ ഒരു കല്ലിൻ്റെ യന്ത്രമുണ്ട്. അതായത് അടിയിലൊരു കല്ല്, അത് സ്റ്റാഗ്നൻ്റാണ്. അതിലൊരു മരത്തിൻ്റെ കുറ്റി ഉണ്ടാവും. ആ മരത്തിൻ്റെ കുറ്റിയിലാണ് രണ്ടാമത്തെ അതിനൊരു പിടിയൊക്കെ ഉണ്ടാവും. അതിങ്ങനെ പിടിച്ച് തിരിക്കും. അപ്പോൾ അതിൽ ഒരു ഷേപ്പ് ഉണ്ടാവും, നാളം മാതിരി. അതിലാണ് ഇത് ഇടുക. അപ്പോൾ കുറേശ്ശെ അടിയിലേക്ക് ഇറങ്ങി വരും.
അതേമാതിരി പുനരഭിജനനം പുനരഭിമരണത്തിൽ നമ്മൾ സ്ക്യൂസ് ചെയ്യണം. അപ്പോഴും നമ്മൾക്ക് ദണ്ണമില്ല, അല്ലെങ്കിൽ അറിയണില്ല എങ്ങനെ ഇത് രക്ഷപ്പെടുക എന്നുള്ളത്. അപ്പോൾ രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയുള്ളൂ, എല്ലാം ത്യജിച്ച് ഭഗവത് പാദാരവിന്ദത്തിൽ അടിയറ പറയാം. കാരണം ഈ ഗർഭവാസവും മരണവെപ്രാളും സുഖമുള്ളതല്ല, അത് ഒഴിവാക്കാനാണ് പറഞ്ഞത്. അപ്പോഴാണ് ധർമാർത്ഥ കാമ മോക്ഷം. അഞ്ചാമത്തത് ഭക്തിയോഗമാണ്. ഏത് ചെറ്റക്കുടിലിൽ ജനിച്ചാലും ഭക്തി വിടാതെ കണ്ടിരിക്കുക. ഭഗവാനോട് അതേ ഒരു പ്രാർത്ഥന വേണ്ടു. അപ്പോൾ ഈ വിധം അപ്പോൾ എമ്മട്ട് എന്തിനതെത്രയും ഈ വിധം തത്വം എന്നാളും ജീവൻ അറിയുവാൻ പണി പിന്നീടുണ്ടായി നശിപ്പോനും പലതരം ഉപാധിയിൽ. പിന്നീട് ഉണ്ടായി നശിപ്പോനും ജനിക്കാം മരിക്കാം പലതരം ഉപാധിയിൽ മയങ്ങിപ്പോകും ആ മട്ടിൽ മായാബദ്ധനും ആകയാൽ പ്രളയാനന്തരം കാലം ശക്തി തൊട്ടുള്ളതൊക്കെയും. വളരെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നീടുണ്ടായി നശിപ്പോനും പലതരം ഉപാധിയിൽ മയങ്ങിപ്പോകും ആ മട്ടിൽ മായാബദ്ധനും. മായയിൽ ബന്ധിക്കപ്പെട്ടവന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ആകയാൽ പ്രളയാനന്തരം കാലം ശക്തി തൊട്ടുള്ളതൊക്കെയും തന്നിൽ തന്നെ ഒതുക്കിക്കൊണ്ട് എമ്മട്ടോ വാഴൂ നീ പ്രഭോ. അങ്ങ് എവിടെ എവിടെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല. ആർക്കും എല്ലാ സ്ഥലത്തും ഉണ്ട് ഇനി. പക്ഷേ ചിലവർക്ക് ഗുരുവായൂർ പോയാൽ മാത്രമേ താല്പര്യമുള്ളൂ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ എവിടേക്കാച്ചാൽ അവിടെ. അപ്പം അവരവരുടെ ഹൃദയപത്മത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധമില്ല ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും. കാരണം അവരെ ഈ ടെക്സ്റ്റ് വായിച്ച് പഠിക്കണില്ല. ടെസ്റ്റ് ഉണ്ടായിട്ട് കാര്യമില്ല, ടെസ്റ്റ് വായിച്ച് പഠിക്കണം. അപ്പോൾ തന്നിൽ തന്നെ ഒതുക്കിക്കൊണ്ടൻ മട്ടോ വാഴൂ നീ വിഭോ അദോക്ഷജൻ. നീ അദോക്ഷജൻ, അകക്കണ്ണുകൊണ്ട് കാണാൻ മാത്രം കഴിയുന്നവൻ. അദോക്ഷജൻ നീ മറ്റെല്ലാം ഇന്ദ്രിയാധീനമല്ലയോ. അങ്ങ് ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. എന്നിട്ടോ ബ്രഹ്മാവും എത്രയോ കാലം തപസ്സാൽ ഒരുമാതിരി അറിഞ്ഞിടുന്നു നിൻ തത്വം അതും നിൻ കൃപയൊന്നിനാൽ. ബ്രഹ്മാവ് അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? ഭഗവാന്റെ കൃപ കൊണ്ട്. അപ്പോൾ നമ്മൾ തലകുത്തി നിന്നാലും ഭഗവാനെ അറിയില്ല. പക്ഷേ ഭഗവാന്റെ കൃപാകടാക്ഷത്തിന് പാത്രീഭൂതരായാൽ അനുഭൂതി മണ്ഡലത്തിൽ അറിയിക്കും ഭഗവാൻ. ബ്രഹ്മാവും എത്രയോ കാലം തപസ്സാൽ ഒരുമാതിരി അറിഞ്ഞിടുന്നു നിൻ തത്വം അതും നിൻ കൃപയൊന്നിനാൽ. ആകയാൽ ഏവനും സർവാത്മനാ നിൻ പാദപങ്കജം. ആകയാൽ ഏവനും, എത്ര വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും ശരി, സർവാത്മന നിൻ പാദപങ്കജം ആശ്രയിക്കുകയാണോർക്കിൽ എന്നെന്നും അഖിലോത്തമം. എല്ലാ കാലത്തും ഉത്തമമായിട്ടുള്ള വഴി ഭഗവാന്റെ പാദാരവിന്ദത്തെ സ്മരിച്ചുകൊണ്ടിരിക്കുക. അതുമല്ല ഉളവായേക്കാം ഭ്രമം പണ്ഡിതവര്യനും. അതുമല്ല ഉളവായേക്കാം ഭ്രമം. ഭ്രമത്തിന് അധീനന്മാരാവാത്തവരില്ല. അപ്പോൾ അതുമല്ല ഉളവായേക്കാം ഭ്രമം പണ്ഡിതവര്യനും. മഹാപ്രഭോ നിൻ തത്വത്തിൽ കഥ നിൽക്കട്ടെ ആവിധം ജീവനെപ്പോലും അറിയുവാൻ പ്രയാസം തന്നെ മന്നിതിൽ. ജീവനെ തന്നെ അറിയാൻ സാധിക്കണില്ല, എന്നിട്ട് വേണ്ടേ പരമാത്മ ചൈതന്യത്തിനെ അറിയാമെന്നാണ് ചോദിക്കുന്നത്. ജീവനെ പോലും അറിയുവാൻ പ്രയാസം തന്നെ മന്നിതിൽ ചിലരോതുകയാം ജീവൻ ബ്രഹ്മമല്ലേതു മട്ടിലും. ചിലവർ പറയുന്നുണ്ട് ജീവൻ ബ്രഹ്മമല്ല ഏത് മട്ടിലും. അത് അവർക്ക് വിവരമില്ല, അത്രയേ ഉള്ളൂ. യോഗാദിസാധനകൾ അലതായി തീരുക മാത്രമാം. യോഗാദിയിലും തപസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഭഗവാന്റെ കരുണുണ്ടെങ്കിലൊക്കെ ശരിയാവും. യോഗാദിസാധനകളാൽ അതായിത്തീരുക മാത്രമാം. പുടപാകാതിയാൽ താമ്രം തങ്കമാവതുപോലവേ. പുടപാകാതിയാൽ എത്രത്തോളം തേച്ച് കഴുകണോ, ഉരസി കഴുകണോ, വെണ്ണീറിട്ടിട്ടോ പുളി ഇട്ടിട്ടോ ചെറുനാരങ്ങ ഇട്ടിട്ടോ അങ്ങനെയാണെങ്കിൽ താമ്രം പിത്തള സ്വർണം പോലെ ആവും.
സുഖദുഃഖാദി ജീവന്മാർ കൊണ്ടെന്നുള്ളത് വാസ്തവം. സുഖദുഃഖാദികൾ, സുഖവും ദുഃഖവും സമ്മിശ്രമായിട്ട് ഒന്നല്ലെങ്കിൽ സുഖം അല്ലെങ്കിൽ ദുഃഖം അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ട് സുഖദുഃഖാദി ജീവന്മാർ കൊണ്ടെന്നുള്ളത് വാസ്തവം. അതിൻ്റെ നാശമാം മോക്ഷം എന്നോതും ന്യായ പണ്ഡിതൻ. അപ്പോൾ അതിൻ്റെ നാശമാം മോക്ഷം എന്നോതും ന്യായ പണ്ഡിതൻ. മീമാംസകൻ കർമ്മഫലം സത്യമെന്നുരചയുകയാം. മീമാംസകൻ, മീമാംസ ഒരു വ്യാകരണം പോലെ. കർമ്മഫലം സത്യമെന്നുരചയുകയാം. അതാണ് കർമ്മമാണ്. കർമ്മമാകുന്ന ഒന്നില്ലെങ്കിൽ എത്ര പൂജ ഉണ്ടായിട്ടും കാര്യമില്ല. കർമ്മമാകുന്ന ഒന്ന് സത്കർമ്മമാണെങ്കിൽ എത്ര പൂജ ഇട്ടാലും അതിന് വിലയുണ്ട്. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ പറയണ്ടായി, പൂജ്യനായ എന്നെ പൂജ്യനാക്കി. വല്ലാത്തൊരു പദപ്രയോഗം. എനിക്കും അതാ പറയുള്ളത്. ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പൂജ്യനായിരിക്കില്ല, ഞാൻ പൂജ്യമായിരിക്കും. എത്ര വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ നാശമാം മോക്ഷം എന്നോതും ന്യായ പണ്ഡിതൻ. മീമാംസകൻ കർമ്മഫലം സത്യമെന്നുരചയുകയാം. ഈ വണ്ണം ഋഷിമാർ 108 അഭിപ്രായങ്ങളോതിടും. ഋഷീശ്വരന്മാർ 108 അഭിപ്രായം പറയും. അത് ഓരോരുത്തരുടെയും ഇൻട്രിക്കസിക്ക് അനുസരിച്ചിട്ടാണ്, ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടാണ്. എത്രത്തോളം അവർ അഗാധതയിൽ പോയിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് അവർ പറയും. അത്രയേ ഉള്ളൂ. നിഷേധിക്കുവാൻ ഏതും ഒന്നിനും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല, നിഷേധിക്കാൻ പാടില്ല. എല്ലാറ്റിനെയും സ്വീകരിക്കുക. നിഷേധിക്കുക വയ്യേതും പലയിടത്തുള്ള കാഴ്ചയാം. ശരിയാണൊക്കെയും ജീവൻ ത്രിഗുണാത്മകനാവുകിൽ. ജീവൻ ത്രിഗുണാത്മകനാവുകിൽ ഇതൊക്കെ ശരിയാണ്. അല്ല, ജീവൻ തുര്യാവസ്ഥയിലേക്ക് എത്തിയാലോ? അഹം ബ്രഹ്മാസ്മി, അയമേവ ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ തത്വമസി. അപ്പോൾ നിഷേധിക്കുക വയ്യേതും പലയിടത്തുള്ള കാഴ്ചയാം. ശരിയാണൊക്കെയും ജീവൻ ത്രിഗുണാത്മകനാവുകിൽ. അതല്ലാതെ ആത്മാവിൽ ഈ ഭേദം കാൺമത് അജ്ഞാനമൂലമാം. അപ്പോൾ അതല്ല ആത്മാവിൽ ഈ ഭേദം കാൺമത് അജ്ഞാനമൂലമാം. അഖണ്ഡ സച്ചിദാനന്ദഘനമേ നീ അലിഞ്ഞീടിൽ. ഭഗവാന്റെ പേരാണ് അഖണ്ഡ സച്ചിദാനന്ദഘനമേ. സച്ചിത് ആനന്ദഘനമേ, സച്ചിദാനന്ദഘനമേ, ചിന്മയനേ. അല്ലേ? അപ്പോൾ അഖണ്ഡ സച്ചിദാനന്ദഘനമേ നീ അലിഞ്ഞിടിൽ. മായാന്ധകാരം അഖിലം നീങ്ങി ജീവൻ തെളിഞ്ഞിടും. നീ അലിഞ്ഞിടിൽ. അങ്ങ് കൺസെഷൻ തന്നാൽ ഏതൊരു ജീവനും ജ്ഞാനിയാവാം, ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുണ്ടാവാം, ഭക്തി ഉള്ളവനാവാം. ഇല്ലെങ്കിൽ തലകുത്തി നിന്നിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ മായാന്ധകാരം അഖിലം നീങ്ങി ജീവൻ തെളിഞ്ഞിടും. അതോർത്തും മതിമാനൊന്നും നിന്നെത്താൻ ആശ്രയിക്കാം. അതുകൊണ്ട് നല്ല മനസ്സുള്ളവൻ സദാസമയത്തും അങ്ങയെ ആശ്രയിക്കാതെ കൊണ്ടിരിക്കില്ല. ഭഗവന്മയമല്ലാതെ ഈ വിശ്വം കാണുവതോർക്കുകിൽ. ഭഗവന്മയമല്ലാതെ കണ്ട് ഈ വിശ്വത്തിനെ മനസ്സിലാക്കണത് അപക്വമതികളാണ്, പക്വതയില്ലാത്തവരാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ വിഷയാവിഷ്ടചേതസിൽ മാലിന്യം കൊണ്ടു മാത്രമാം. വിഷയങ്ങളിൽ ആവിഷ്ടന്മാരാവണത് ചേതസ്സിൻ മാലിന്യം കൊണ്ടു മാത്രമാം. അതായത് മധുപാനം ചെയ്യണം, ഡ്രഗ്സ് ഉപയോഗിക്കണം, സ്ത്രീ സേവ ചെയ്യണം, ചൂത് കളിക്കണം എന്ന് തോന്നൽ വരാൻ കാരണം വിഷയാവിഷ്ട ചേതസ്സിൻ മാലിന്യം എന്നാണ് പറഞ്ഞത്. മാലിന്യമില്ലാത്ത മനസ്സാണെങ്കിൽ ഭഗവാൻ രക്ഷിച്ചു എന്നർത്ഥം. പ്രാപഞ്ചികങ്ങളാം കാര്യങ്ങളിൽ മായാഗുണങ്ങളിൽ അങ്ങിങ്ങലഞ്ഞുകൊണ്ടോടിക്കളിക്കും മർത്യമാനസം. മർത്യമാനസത്തിനൊരു പോരായ്മയുണ്ട്. എന്താ? പ്രാപഞ്ചികങ്ങളാം കാര്യങ്ങളിൽ മായാഗുണങ്ങളിൽ അങ്ങിങ്ങ് അലഞ്ഞുകൊണ്ടോടിക്കളിക്കും മർത്യമാനസം. പ്രാകൃതന്മാർക്ക് അത്യന്ത നിപുണം തന്നെയെങ്കിലും
പ്രാകൃതന്മാർക്ക് അത്യന്ത നിപുണം തന്നെയെങ്കിലും നിൻ തൃപ്പദാംബുജ പ്രേമം 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 പ്രേമ മധുരദ്രവം നിൻ തൃപ്പദാംബുജ പ്രേമ മകരന്ദ മധുരദ്രവം മരകന്ധം മകരന്തം അതായത് ഏറ്റവും ചെറുതിലും വലുതിൽ നിന്നും മധുകൾ എന്ത് ചെയ്യും? തേനെടുക്കും. അപ്പം നമ്മൾ എത്ര ചെറിയ ആളാണെങ്കിലും വലിയ ആളാണെങ്കിലും വണ്ടുകളെ പോലെ ആയാൽ അല്ലെങ്കിൽ ചിത്രശലഭങ്ങളെ പോലെ ആയാൽ പാറി നടന്ന് ഭഗവാന്റെ തിരുപാദപത്മത്തിൽ ഇരുന്ന് മധു ഉണ്ണാൻ പറ്റും. തിൻ തൃപ്പദാംബുജ പ്രേമ മകരന്ധ മധുരദ്രവം നുകരാകിൽ അതില്ലാത്ത ബലം തന്നെ മഹാപ്രഭു. അപ്പോൾ ഭഗവാന്റെ തിരുപാദപത്മങ്ങളിൽ നമ്മൾ ശിരസ്സരായിട്ട് ആനന്ദം അനുഭവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവന് വിദ്യയില്ല എന്നർത്ഥം. വിദ്യയില്ല അയാൾക്ക്. അപ്പോൾ മകരന്ധ മധുരദ്രവം നുകരാകിൽ അതില്ലാത്ത ഫലം തന്നെ മഹാപ്രഭോ. അത്രയും പോരാ ജീവൻ്റെ മഹത്വം അത് സർവവും അകറ്റിയിടും. അതായത് ജീവൻ്റെ മഹത്വവും അത് സർവവും അകറ്റിയിടും. ലൗകികമായ കാര്യങ്ങൾ നമ്മുടെ ഇൻട്രസ്റ്റിനെ ഇല്ലാണ്ടേക്കും. എന്തിനോടുള്ള ഇൻട്രസ്റ്റ്? ഭഗവാന്റെ തിരുപാദപത്മങ്ങളെ പ്രാപിക്കാന്നുള്ള താല്പര്യം ഇല്ലാതെ കണ്ടാക്കും. ആശ്രയമായിട്ട് കളിക്കും നമ്മളതിനെ. അകറ്റിയിടും അതെമ്മട്ടോ സത്സംഗം കൊണ്ട് പുണ്യവാൻ രക്ഷപ്പെടും. സത്സംഗം കൊണ്ട് പുണ്യമുള്ളവനെ സത്സംഗം കൊണ്ട് കാര്യമുള്ളൂ. അറിഞ്ഞു നിൻ പാദാംഭോജ ഭക്തിഭാവത്തിൽ മാനസം. അറിഞ്ഞ് നിൻ പാദാംഭോജ ഭക്തിഭാവത്തിൽ മാനസം വീണ്ടും വീണ്ടും ഭാവനം ചെയ്ത് എത്രയും ശുദ്ധമാക്കിയിടും. അശുദ്ധീനെ ഇല്ലാതെ കണ്ടാക്കാൻ വീണ്ടും വീണ്ടും ഭഗവാന്റെ നാമോച്ചാരണങ്ങൾ ചെയ്യുക. അതിൽ ആനന്ദം കാണും. വീണ്ടും വീണ്ടും ഭാവനം ചെയ്ത് എത്രയും ശുദ്ധമാക്കിയിടും. ദേവാസുര മനുഷ്യാദി ശത്രുമിത്രാദി സർവവും ദേവന്മാര്, അസുരന്മാര്, മനുഷ്യന്മാര്, മൃഗങ്ങൾ എന്നുള്ള ധാരണകളൊക്കെ ശത്രുമിത്രാദി സർവവും, മിത്രമെന്നും ശത്രുവെന്നുള്ള ഭാവമൊക്കെ ബ്രഹ്മമായി തന്നെ കണ്ടിടും ആ മഹാഭാഗ്യമാർന്നവൻ. ഹരേന്ന് വിളിക്കുക. ഹരേ, എൻ്റെ പാപങ്ങളെ ഹരിക്കണേന്നർത്ഥം. ബ്രഹ്മമായി തന്നെ കണ്ടിടും ആ മഹാഭാഗ്യമാർന്നവൻ. ശത്രുക്കളും മിത്രക്കളൊന്നുമില്ല, എല്ലാം ബ്രഹ്മമയാണെന്ന് വിചാരിച്ചാൽ മതി. അസുന്ദരങ്ങളായൊന്നും പിന്നീടവനു കാണുവാൻ. സുന്ദരമല്ലാണ്ട് കാണാൻ പറ്റില്ല. സുന്ദരമല്ലാണ്ട് കാണാൻ കാരണം മനസ്സ് സുന്ദരമല്ലാത്തത് കൊണ്ടാണ്. മനസ്സ് സുന്ദരമായ എല്ലാം സുന്ദരമായി. അപ്പോൾ സുന്ദരൻ എന്നുള്ള പേരിട്ടത് കൊണ്ടായില്ല. സൗന്ദര്യം അനുഭവിക്കാൻ സാധിക്കണം. എല്ലാറ്റിലും അതിൻ്റെ കറുപ്പിനും ഒരു സൗന്ദര്യമുണ്ട്. അതാ പറഞ്ഞത്. ദേവാസുര മനുഷ്യാദി ശത്രുമിത്രാദി സർവവും ബ്രഹ്മമായി തന്നെ കണ്ടിടും ആ മഹാഭാഗ്യമാർന്നവൻ. അസുന്ദരങ്ങളായൊന്നും പിന്നീടവനു കാണുവാൻ ദൗർഭാഗ്യമില്ല. സുന്ദരത കാണാൻ സാധിച്ചില്ല വിചാരിക്കുക. അതിനർത്ഥം ദൗർഭാഗ്യവാനാണ് അർത്ഥം. ദൗർഭാഗ്യമില്ല, ഭാഗ്യവാനാണെങ്കിലോ കാണുന്നതൊക്കെ സുന്ദരാവും ചെയ്യും. നിന്നെത്താൻ എങ്ങെങ്ങും കാണുക കാരണം. എന്തിലും ഏതിലും ഭഗവാനെ കാണുക. എന്തിലും ഏതിലും ഭഗവാനെ കാണാൻ പഠിച്ചാൽ രക്ഷപ്പെട്ടു. സർവകാരണമാം നിൻ്റെ രൂപഭേദങ്ങളാകയാൽ. എന്താണത്? സർവകാരണമാം നിൻ്റെ രൂപഭേദങ്ങൾ. കറുപ്പും വെളുപ്പൊക്കെ ഭഗവാന്റെ രൂപഭേദങ്ങളാണെന്ന് വിചാരിച്ചാൽ ഇഷ്ടപ്പെട്ടു നോക്കൂ. സന്ധ്യജിക്കേണ്ടതായൊന്നും തന്നെ എല്ലാവന്നൊഴിയിൽ. ഈ ഭൂമിയിൽ ഒന്നിനും ത്യജിക്കേണ്ട ആവശ്യം വരില്ല അങ്ങനെയുള്ള മഹാത്മാക്കൾക്ക്.
സന്ധ്യജിക്കേണ്ടതായൊന്നും തന്നെയില്ലവൻ ഒഴിയിൽ തളയും വളയും മറ്റും തള്ളുമോ കനകാർത്ഥികൾ. കനകാർത്ഥികൾ അതായത് തളയും വളയും മറ്റും തള്ളുമോ കനകാർത്ഥികൾ. സ്വർണ്ണമാണ് ഇഷ്ടം വിചാരിക്കുക. വള കൊടുത്താൽ എന്താ, മോതിരം കൊടുത്താൽ എന്താ, തള കൊടുത്താൽ എന്താ, ചങ്ങല കൊടുത്താൽ എന്താ, നെക്ലസ് കൊടുത്താൽ എന്താ, പറഞ്ഞ വർഷമുണ്ടോ? എല്ലാറ്റിലും ബേസിക് എന്താ, സ്വർണ്ണമാണ്. അപ്പോൾ സ്വർണം വേണമെന്ന് പറഞ്ഞാൽ മതി, എന്തായാലും വാങ്ങാം. അപ്പോൾ സന്ധ്യജിക്കേണ്ടതായൊന്നും തന്നെ ഇല്ലവനൊഴിയിൽ തളയും വളയും മറ്റും തള്ളുമോ കനകാർത്ഥികൾ. തത്വമസ്യാദിവാക്യാർത്ഥം മനനാദികൾ ചെയ്യലും. തത്വമസ്യാദി, തത്വമസി, അയമേവ ബ്രഹ്മം, പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, ഇങ്ങനെയുള്ള മഹാവാത്മ്യങ്ങളെ മനനാദികൾ ചെയ്യലും സംശയാദികൾ നീങ്ങാതെ വിദ്വാൻമാർ വിഷമിക്കവേ. ഇതിങ്ങനെ പറഞ്ഞാൽ പോരാ, അതിൻ്റെ തത്വങ്ങളെ നിരൂപണം ചെയ്ത പ്രായോഗിക ശാസ്ത്രത്തിൽ ജീവിക്കാൻ തുടങ്ങണം. അപ്പോഴാണ് അതിൻ്റെ ചമത്കാരം അറിയുള്ളൂ. അല്ലെങ്കിൽ വിദ്വാനായിട്ട് കാര്യമില്ല. സംശയങ്ങൾ നീങ്ങാതെ വിദ്വാൻമാർ വിഷമിക്കവേ നിന്നെ താൻ ആശ്രയിച്ചുള്ളം തെളിഞ്ഞുള്ള തപസ്സുകൾ ഭഗവാനെ ആശ്രയിക്കും. കാരണം എന്താ, അവർക്കറിയാം ഞങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട് ഉള്ളിൽ നിന്ന്. പിന്നെന്താ, കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ ഭഗവാൻ ഉണ്ട് അവരുടെ ഒപ്പം. നമ്മൾക്ക് മെത്തേ കിടന്നാലും ഉറക്കം വരില്ല, കാരണം മനസ്സ് വേറെ എവിടെയെങ്കിലും ആവും. നിന്നെ താൻ ആശ്രയിച്ചുള്ളം തെളിഞ്ഞുള്ള തപസ്സുകൾ വിശ്വാത്മാവായ നീ എങ്ങും അന്തര്യാമി സ്വരൂപനായി. ഇതാണ് എൻ്റെ വിജയം. എന്താ, ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് പ്രേരണ കൊണ്ട് ഞാൻ എന്ത് പറയൂ അതായിരിക്കും അടുത്ത വാക്ക്. അത് ഇന്നെന്തെങ്കിലും തുടങ്ങിയതല്ല, കുറേ കാലമായി. അതാണ് എൻ്റെ അസറ്റ്. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ചിരിക്കും, ആസ്വദിക്കും ജീവിതം. നിന്നെത്താൻ ആശ്രയിച്ചുള്ളം തെളിഞ്ഞുള്ള തപസ്സുകൾ വിശ്വാത്മാവായ നീ എങ്ങും അന്തര്യാമി സ്വരൂപനായി വിലസിയിടുവതായി കണ്ട് പരമാനന്ദമേൽക്കയാം. ഭഗവാന് കൂടെ ഉള്ളപ്പോൾ അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, ഭാര്യ മരിച്ചു, ഭർത്താവ് മരിച്ചു, മക്കൾ മരിച്ചു, അവർ കൊങ്കണ്ണോണ്ട് നോക്കി എന്നൊന്നും പറഞ്ഞ് യാതൊരു കാര്യമില്ല. അതിൻ്റെ ആവശ്യമില്ല. ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ ഇവരുണ്ടായിട്ടും കാര്യമില്ല, ഇവരൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല. ഇവരില്ലെങ്കിലും ഈശ്വരാധീനം ഉണ്ടെങ്കിൽ അവരൊക്കെ രക്ഷപ്പെടും ചെയ്യും. ആ മട്ട് അപ്പോൾ വിലസിയിടുവതായി കണ്ടു പരമാനന്ദമേൽക്കയാം. ആ മട്ട് അനുഗ്രഹീതന്മാർ നിൻ അവലംബികൾ, നിൻ്റെ തൃപ്പാദങ്ങളെ അവലംബിച്ചവരൊക്കെ രക്ഷപ്പെടും. ഭഗവാന്റെ തൃപ്പാദങ്ങൾ എൻ്റെ ഹൃദയപത്മത്തിലുണ്ട് എന്നുള്ള ഉറപ്പ് വന്നാൽ എനിക്ക് പിന്നെ എവിടെയും പോകേണ്ട ആവശ്യമില്ല, എവിടെയും പോകണില്ല ഞാൻ. അതാണ് എൻ്റെ രസം. പണമുള്ളവരെ കാൺകലേതും പ്രത്യേക ഭാവമോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സപ്താഹങ്ങൾക്കൊക്കെ 50,000 1,00,000 വന്നവർക്കൊക്കെ തൂശാലയിൽ പ്രസാദം കൊടുക്കാൻ കമ്മിറ്റിക്കാർക്ക് ഇഷ്ടപ്പെടുവർ. അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക, ഇവിടെ ഇരിക്കുന്ന ഭഗവാനേക്കാൾ വലിയവരല്ലല്ലോ അവർ. അപ്പോൾ പ്രഭാഷണം കഴിയണവരെ അല്ലെങ്കിൽ പാരായണം നടക്കുന്ന സമയത്ത് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ചായ സമയത്ത്, ടീ സമയത്ത്, അല്ലെങ്കിൽ സെഷൻ തുടങ്ങുന്നതിൻ്റെ മുമ്പേ ആവാം, സെഷൻ കഴിഞ്ഞ ഉടനെ ആവാം. സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്, തെറ്റാണത്. അതുകൊണ്ടാണ് പറയണത്. നിന്നെത്താൻ ആശ്രയിച്ചുള്ളം തെളിഞ്ഞുള്ള തപസ്സുകൾ വിശ്വാത്മാവായ നീ എങ്ങും അന്തര്യാമി സ്വരൂപനായി വിലസിയിടുവതായി കണ്ട് പരമാനന്ദമേൽക്കയാം. ആ മട്ട് അനുഗ്രഹീതന്മാർ നിൻ തൃപ്പദാവലംബികൾ. പണമുള്ളവരെ കാൺകലേതും പ്രത്യേക ഭാവമോ. തന്നോട് അനാദരം മാത്രം കാണിച്ചോരിൽ അവജ്ഞയോ. തന്നോട് അനാദരം മാത്രം കാണിച്ചവരെ അവജ്ഞ ചെയ്യരുത്. കാരണം എന്താ, അവർ കേമന്മാരാണെന്ന് നടിച്ചോട്ടെ. അവർ കേമന്മാരാണെന്ന് നടിച്ച് നമ്മളെ അവജ്ഞയോട് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ മേന്മയായിട്ട് കണ്ടാൽ ഈശ്വരൻ പ്രസാദിക്കും. അങ്ങനെയാണ്. പണമുള്ളവരെ കാൺകിലേതും പ്രത്യേക ഭാവമോ. തന്നോടാദരം മാത്രം അനാദരം
അനാദരം മാത്രം കാണിച്ചോരിൽ അവജ്ഞയോ കാന്താമണികളെ കൺകിൽ കമനീയ കടാക്ഷമോ. കാന്താമണികളെ, ഭർത്താവുള്ള സ്ത്രീകളെ കണ്ട് ലൈനടിക്കരുത് എന്നർത്ഥം. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. കാന്താമണികളെ കാൺകിൽ കമനീയ കടാക്ഷമോ. കാണില്ലേതിലും ഒരേ ശാന്തമാം ഭാവം മാവിധം. കാരണം അന്യൻ്റെ മുതലിൽ ആഗ്രഹിക്കരുത്, അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാണ്ടൊന്നുമല്ല. അപ്പോൾ കാണില്ലേതേതിലും ഒരേ ശാന്തമാം ഭാവം മാവിധം. കാണില്ലേതിൽ, കണ്ടില്ലെങ്കിൽ ആശ്രയദോഷം വരും. മന്നിടത്തിനു സംശുദ്ധി വളർത്തിയിടും മനസ്സുകൾ. നമ്മൾ ആരായിരിക്കണം? മന്നിടത്തിന്, ഭൂമിയിലെ സംശുദ്ധി വളർത്തിയിടും മനസ്സുകൾ. അകതാരിൽ അഹങ്കാരം അസൂയ മുതലായവ വെച്ചേക്കരുത്. അകതാരിൽ അഹങ്കാരം അസൂയ മുതലായവ അകന്ന സത്യജ്ഞാനാദി വിളങ്ങും ഭാഗ്യശാലികൾ. അസൂയയും എന്താ പറയുക, അസൂയ ഉണ്ടാവാൻ പാടില്ല. അസൂയേനൊക്കെ പുറത്തേക്ക് ഇടണം. അപ്പോൾ അകതാരിൽ അഹങ്കാരം അസൂയ മുതലായവ അകന്ന് സത്യജ്ഞാനാദി വിളങ്ങും ഭാഗ്യശാലികൾ. അവരെ ചെന്നു കൈകൂപ്പി വണങ്ങുകിൽ മനസ്സുകൾ. ഭക്തി ബീജം മകക്കാമ്പിൽ വിതയ്ക്കും ഏതു മട്ടിലും. കേമന്മാരെ കാണുമ്പോൾ വീണ് താണ് നമസ്കരിക്കുക, പ്രദക്ഷിണം ചെയ്യുക, തൊട്ട് തലയിൽ വയ്ക്കുക. അപ്പോൾ ഭക്തിയുടെ ഒരു വിത്ത് മുളയ്ക്കുന്ന പറഞ്ഞത്. അവരെ ചെന്നു കൈകൂപ്പി വണങ്ങുകിൽ മനസ്സുകൾ. ഭക്തി ബീജം മകക്കാമ്പിൽ വിതയ്ക്കും ഏതുമെട്ടിലും, ഏത് സാഹചര്യത്തിലും. എന്നിട്ടോ ഈ വിധം ഭഗവത് ഭക്തി സത്സംഗം ഇവയൊന്നിലും. ഈ വിധം ഭഗവത് ഭക്തി സത്സംഗം ഇവയൊന്നിലും. ശ്രദ്ധ പോലും ഉദിക്കാതെ മറ്റോരോ നിങ്ങൾ മാത്രമാം. അപ്പോൾ സത്സംഗത്തിൽ ശ്രദ്ധ പതിഞ്ഞില്ല, ചൂതുകളിയിലാണ് ഉണ്ടായതെന്ന് വിചാരിക്കുക. നിവൃത്തികേടായി പോയി, ഡിമിനിഷിങ് ആയി, പിന്നെ താഴത്തേക്ക് വരും. അഗാധമായ എന്താ പറയുക, ഗർത്തത്തിൽ വീഴും. മനസ്സിലായില്ലേ? അഹീവിധം ഭഗവത് ഭക്തി സത്സംഗം ഇവയൊന്നിലും ശ്രദ്ധ പോലും ഉദിക്കാതെ, ശ്രദ്ധ ഒന്നും ഇല്ലാണ്ട് മറ്റോരോ നിങ്ങൾ മാത്രമാം വിശ്വാസം ആ മെട്ടെഴുവോരെത്രയോ കാലം അങ്ങനെ. അവർ എത്ര കാലം ബുദ്ധിമുട്ട് പറയാൻ വയ്യ. ബുദ്ധിമുട്ട് മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. ശ്രദ്ധ പോലും ഉദിക്കാതെ മറ്റോരോ നിങ്ങൾ മാത്രമാം വിശ്വാസം ആമെട്ടെഴുവോരെത്രയോ കാലം അങ്ങനെ. താനും തൻ ഗൃഹവും തൻ്റെ കുടുംബവും അതേവിധം ചളി 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 ചളി. താനും തൻ ഗൃഹവും തൻ്റെ കുടുംബവും അതേവിധം തൻ കൂട്ടരും മാത്രമായി മഹത്താം ആർഷഭൂവിതിൽ. ഇത് ആർഷഭൂമിയാണ്, മഹാഭാരതം. ഇത് ഭാരതദേശമാണെന്നാണ് പറഞ്ഞതേ. സനാതനധർമ്മമാണിത്. എന്നും നവനവമായിട്ട് തോന്നുന്നതാണ് പിന്നെ സനാതനം, അല്ലാണ്ട് പഴയതെന്നല്ല. അതാണ് ആൾക്കാർ ഷർട്ട് ഇട്ടിട്ട് അമ്പലത്തിലേക്ക് പോയിക്കോളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ കാരണം. സനാതനധർമ്മത്തിലെ ഓരോ ആചാരങ്ങളും പുതുതായിട്ട് തോന്നണം, അല്ലാണ്ട് പഴയത് തോന്നരുത്. എന്തൊക്കെയോ ആൾക്കാർ വിളിച്ചു പറയണു, അവിടെയാണ് തെറ്റുപറ്റിയത്. വിശ്വാസം ആ അപ്പോൾ ശ്രദ്ധ പോലും ഉദിക്കാതെ മറ്റോരോ നിങ്ങൾ മാത്രമാം എത്രയോ കാലം അങ്ങനെ. താനും തൻ ഗൃഹവും തൻ്റെ കുടുംബവും അതേവിധം തൻ കൂട്ടരും മാത്രമായി മഹത്താം ആർഷഭൂവ് ഇതിൽ ജീവിപ്പതെന്തിനാണെന്നു പോലും ഓർക്കാതെ കേവലം. നമ്മളൊരു ഒരു പിന്നെ എന്താണെന്ന് പറയാം, എക്സിറ്റ് പൂള്. വാട്ട് ഈസ് യുവർ എയിം ഇൻ ലൈഫ്? മോക്ഷം വേണം, ഭക്തി വേണമെന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരെ കിട്ടും? എനിക്ക് മോക്ഷം വേണം, എനിക്കിനി ജനിക്കണ്ട, എനിക്ക് മരിക്കാണ്ടിരിക്കണമെങ്കിൽ പിന്നെ ജനിക്കാണ്ടിരിക്കണം. എനിക്ക് മോക്ഷം വേണം, അല്ലെങ്കിൽ എനിക്ക് നാരദരെ പോലെ ഭക്തി ഉണ്ടായാൽ മതി എന്ന് വിചാരിക്കണം എത്ര ആൾക്കാരുണ്ട്?
ഗുരുവായൂർ അമ്പലത്തിൽ ക്യൂവിൽ നിൽക്കണവർക്ക് എക്സിറ്റ് പോൾ അല്ലേ, അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഒരു കഷ്ണം കടലാസ് കൊടുക്കുക, അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഒരു കടലാസ് കൊടുക്കുക. നിങ്ങൾക്ക് നാരദരെ പോലെ ഭക്തി വേണോ, മോക്ഷം വേണോ, പുനരഭി ജനനം വേണോ, ലോട്ടറി അടിക്കണോ, ഒന്ന് എഴുതി കൊടുത്തു നോക്കൂ. എന്താണ് ടിക്ക് മാർക്ക് ചെയ്യുക അവർ? അപ്പോൾ അല്പകാര്യങ്ങളിൽ തന്നെ ബദ്ധരായി വാഴുകയാം പ്രഭോ. അവരെ ജീവിപ്പതെന്തിനാണെന്നു പോലും ഓർക്കാതെ കേവലം അല്പകാര്യങ്ങളിൽ തന്നെ ബദ്ധരായി വാഴുകയാം പ്രഭോ. അതാണ് നമ്മുടെ ഇന്ന് അനുഭവിക്കുന്ന നീരസങ്ങൾക്കൊക്കെ കാരണം. അതുകൊണ്ട് ഒന്ന് റൂട്ട് മാറ്റി പിടിക്കണം. എനിക്ക് മോക്ഷം വേണം, എനിക്ക് ഭക്തി വേണം എന്ന് പറയാറാവാൻ സാധിക്കണം. അതിന് ഷോർട്ട് വഴിയില്ല, അത്യാവശ്യം വായിച്ച് പഠിക്കണം, എന്നാൽ രക്ഷപ്പെടാം. പ്രണവശൈലേ, ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്നും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം, നാളെ കാണാം.